Okay, hi everyone. നമുക്ക് അടുത്ത ഇനി വേരിയസ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ ഫങ്ഷൻ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ബിഗിൻ വിത്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇതിനു വേണ്ടിയായിരിക്കാം മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷിക്കുന്ന അത്തരം മനുഷ്യാവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഭാഗമായി സർക്കാർ നിർദ്ദേശിക്കാൻ പോകുന്ന ഒരു ബോഡി ആയിരിക്കാം ഏത് NHRC അല്ലേ. ഇതാണ് ബേസിക് ഫങ്ഷൻസ്. ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. ടു എൻക്വയർ ഇൻ ടു എനി വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർ നെഗ്ലിജൻസ് in the prevention of such violation by a public servant either suo or on a petition presented to it or an order of the court. ഒരു മനുഷ്യാവകാശ ലംഘനം നടക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ കാരണമാണ് ഒരു മനുഷ്യാവകാശം സംഭവിക്കുന്നതെങ്കിലും നമ്മുടെ NHRCക്ക് സ്വമേധയാ കേസെടുക്കാനോ ഒരു പെറ്റീഷൻ നമ്മൾ അവിടെ സമർപ്പിക്കുന്നത് വഴിയോ ഓർ കോടതി ഉത്തരവ് വഴിയോ NHRCക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? കേസ് അന്വേഷിക്കാൻ സാധ്യമാണ്. ഇപ്പം എൻ്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ അത് ന്യൂസ് പേപ്പറിൽ വൈഡ് പബ്ലിസിറ്റി ആയ ഒരു മാറ്റർ ആണെന്ന് വിചാരിക്കുക. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലോ NHRCക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? ആ മനുഷ്യാവകാശ ലംഘനം അന്വേഷിക്കാൻ സാധ്യമാണ്. ഓർ ഞാൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അന്വേഷിക്കാൻ സാധ്യമാണ്. ഓർ കോടതി NHRC നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? അത്തരം അവകാശ ലംഘനങ്ങൾ പരിശോധിക്കാനോ അന്വേഷിക്കാനോ സാധ്യമാണ്. ടു ഇൻ്റർവൈൻ ഇൻ എനി പ്രൊസീഡിങ്സ് ഇൻവോൾവിംഗ് അലിഗേഷൻ ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പെൻഡിങ് ബിഫോർ എ കോർട്ട്. കോർട്ടിൽ പെൻഡിങ്ങായി കിടക്കുന്ന മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് കക്ഷി ചേരാനോ അതിലവർക്ക് ഇൻ്റർവൈൻ ചെയ്യാനൊന്നു തന്നെയാണ് സാധ്യമാണ്. ഫോർ എക്സാമ്പിൾ ഒരു കോടതിയിൽ മനുഷ്യാവകാശ കേസ് നടന്നുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കാം. അതിൻ്റെ ഭാഗമാകാനും ആർക്ക് സാധ്യമാണ്? NHRCക്ക് സാധ്യമാണ്. ടു വിസിറ്റ് ജയിൽസ് ആൻഡ് ഡിറ്റൻഷൻ പ്ലേസസ് ടു സ്റ്റഡി ദി ലിവിങ് കണ്ടീഷൻസ് ഓഫ് ഇൻമേറ്റ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ. ജയിലിൽ വിസിറ്റ് ചെയ്യാനും ഇങ്ങനെ ഡിറ്റൻഷൻ ക്യാമ്പുകൾ വിസിറ്റ് ചെയ്യാനും ആ ജയിൽവാസികളുടെ അവസ്ഥ എന്താണ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആർക്ക് സാധ്യമാണ്? NHRCക്ക് സാധ്യമാണ്. ടു റിവ്യൂ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ലീഗൽ സേഫ് ഗാർഡ്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഭരണഘടനാ സേഫ് ഗാർഡ്സ് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? നിർദ്ദേശിക്കാൻ സാധ്യമാണ്, വിലയിരുത്താനും സാധ്യമാണ്. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ന പ്രൊവിഷൻസ് അത് ശരിക്കും അങ്ങോട്ട് എഫക്റ്റീവ് അല്ല, അത് പുനഃപരിശോധന ചെയ്തതിന് ശേഷം കുറച്ച് മാറ്റം വരുത്താമെന്നൊക്കെ എന്ത് ചെയ്യാൻ സാധ്യമാണ്? നിർദ്ദേശിക്കാൻ സാധ്യമാണ്. ടു റിവ്യൂ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ആക്ട്സ് ഓഫ് ടെററിസം. ഒരു മനുഷ്യാവകാശത്തെ ബാധിക്കുന്ന ടെററിസം പോലത്തെ ആക്ടുകളാണെങ്കിൽ പോലും അതിനെ വിലയിരുത്താനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും. ടു സ്റ്റഡി ഇൻ്റർനാഷണൽ ട്രീറ്റീസ്, വിദേശ ട്രീറ്റീസോ വിദേശ അഗ്രിമെൻറ്റ്സോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ, അത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അതിൻ്റെ മാതൃകയിൽ ഇന്ത്യയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അതിൻ്റെ മാതൃകയിൽ കാര്യങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? പഠനം നടത്തിയതിനു ശേഷം സർക്കാരിനെ നിർദ്ദേശിക്കാൻ സാധ്യമാണ്. To undertake and promote research in the field of human rights, to spread human rights literacy and spread awareness. എന്താണ് ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കൊടുക്കാനും ഇവർക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന NGOസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇവർക്ക് അധികാരമുണ്ട്. ഓൾസോ ടു അണ്ടർടേക്ക് സച്ച് അതർ ഫങ്ഷൻസ് ആസ് ഇറ്റ് മേ നെസറി ഫോർ ദി പ്രൊമോഷൻ ഹ്യൂമൻ റൈറ്റ്സ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടും വിദേശ ട്രീറ്റീസിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടോ മനുഷ്യാവകാശത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ സ്ഥാപനമാണ് ഇത് ദിസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവർക്ക് സ്വമേധയാ കേസ് അന്വേഷിക്കാനും എന്തുണ്ട്? അധികാരമുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതേ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്റ്റേറ്റിൽ ചെയ്യുന്ന ആരായിരിക്കും? സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനായിരിക്കും. സോ തിങ് ഈസ് ദാറ്റ് ഒരൊറ്റ ഡ്രോബാക്ക് കൊണ്ട് ആർക്ക്? SHRCക്ക്. ഒന്നല്ല ഒരുപാടുണ്ട്. പ്രത്യേകത പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നടന്നു വിചാരിക്കാം. ആ കേസ് NHRC എടുക്കും. കാരണം കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, SHRCക്കും എടുക്കാം. ബട്ട് ഇൻ കേസ് ആ ഒരു കേസ് ആദ്യം പരിഗണിച്ചത് NHRC ആണെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ത് ചെയ്യാൻ സാധ്യമല്ല? പരിഗണിക്കാൻ സാധ്യമല്ല. ഇതാണ് ഒരു സ്പെഷ്യൽ ഡ്രോബാക്ക് ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല.
ഇത്രയും നേരം ഞാൻ നാഷണലിൻ്റെ കേസിൽ പറഞ്ഞ കാര്യം സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട്. സോ സംസ്ഥാനത്ത് മനുഷ്യാവകാശ ലംഘനം വരികയാണെങ്കിൽ അന്വേഷിക്കുന്നതിന് ഭാഗമായിട്ടും സ്റ്റേറ്റിലെ ജയിലിൽ പോകാനും വിസിറ്റ് ചെയ്യാനും ഇൻമേറ്റ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശം കൊടുക്കാനും കോടതിയിൽ പെൻഡിങ്ങായി കിടക്കുന്ന കേസുകളിനകത്ത് ഇവർക്ക് ഒരു ഭാഗമാകാനും ഓർ ഭരണഘടനാ സേഫ് ഗാർഡ്സോ ലീഗൽ സേഫ് ഗാർഡ്സോ റിവ്യൂ ചെയ്യാനും കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി എന്ത് ആക്ഷൻ എടുക്കാമെന്നോ ടെററിസം പോലത്തെ കാര്യങ്ങൾ മനുഷ്യാവകാശത്തെ ബാധിക്കാനും അതിനെ വിലയിരുത്താനും റിസർച്ച് കണ്ടക്ട് ചെയ്യാനും ഹ്യൂമൻ റൈറ്റ്സ് ലിറ്ററസി സ്പ്രെഡ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് NGO സപ്പോർട്ട് ചെയ്യാനും അവർ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ അവർക്കുണ്ടായിരിക്കുന്നതാണ് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ദേ ക്യാൻ ഓൾസോ ടേക്ക് ദി മാറ്റർ സുമോട്ടോ. അവർക്ക് സ്വമേധയാ കേസ് ചെയ്യാൻ സാധ്യമാണ്, അന്വേഷിക്കാൻ സാധ്യമാണ്. ക്ലിയർ? ദാറ്റ്സ് വാട്ട് റിഗാർഡിംഗ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നെക്സ്റ്റ് ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. എന്താണ് സംഭവം? നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് ഒരു ലോവർ ഇൻഫർമേഷൻ ഓഫീസേഴ്സ് തല ഇൻഫർമേഷൻ വ്യക്തമല്ല എങ്കിൽ നമുക്ക് അപ്പീൽ വഴി പോകാൻ സാധിക്കുന്ന സെക്കൻഡ് അപ്പലറ്റ് അതോറിറ്റിയാണ് ആര്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ് ഒഫീഷ്യലിലോ ഒരു ഇൻഫർമേഷൻ സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നതിനായിരിക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ ആയിരിക്കും, PIO എന്ന് പറയും. അദ്ദേഹം ഇത്ര സമയത്തിനകം നമ്മൾ ആവശ്യപ്പെട്ട ഇൻഫർമേഷൻ തന്നില്ല എങ്കിലോ നമുക്ക് ആ ഇൻഫർമേഷൻ തൃപ്തികരമല്ല എങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? ഒരു ഫസ്റ്റ് അപ്പലറ്റ് അതോറിറ്റീനെ കൺസൾട്ട് ചെയ്യാൻ സാധ്യമാണ് അല്ലേ? അതൊരു സീനിയർ PIO ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് തൃപ്തികരമല്ല എങ്കിൽ നമ്മുടെ ചോദ്യം കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വി കൻ അപ്രോച്ച് ദി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. നമ്മുടെ ചോദ്യം സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വി കൻ അപ്രോച്ച് ദി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കമ്മീഷന് അപ്പോൾ എന്തൊക്കെ അധികാരമുണ്ടെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് ദി ഡ്യൂട്ടി ഓഫ് ദി കമ്മീഷൻ ടു റിസീവ് ആൻഡ് ഇൻക്വയർ ഇൻ ടു ദി കംപ്ലൈൻറ്റ് ഫ്രം എനി പേഴ്സൺ. ഇങ്ങനെ ഈ സെക്കൻഡ് അപ്പലറ്റ് അതോറിറ്റിയായ സീനിയർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും നമുക്ക് വ്യക്തമായ മറുപടി തന്നില്ല എങ്കിൽ നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്? കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറിനെയും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? അപ്രോച്ച് ചെയ്യാൻ സാധ്യമാണ്. അത്തരമൊരു ഫയൽ ഇദ്ദേഹം പരിഗണിക്കണമെന്നും അന്വേഷിക്കണമെന്നും നമ്മുടെ നിയമങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. ഏതൊക്കെ കേസിൽ? ഹു ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു സബ്മിറ്റ് ആ ഇൻഫർമേഷൻ. ഒരു സ്ഥാപനത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് തസ്തികയിൽ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമല്ല? എനിക്ക് ഫയൽ പോലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കുക. അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം. സോ അവർ ഒരു PIOനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധ്യമല്ല? ഇൻഫർമേഷൻ സീക്കാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധ്യമല്ല. അത്തരമൊരു ഇഷ്യൂ ആണെങ്കിൽ എനിക്ക് ആര് കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധ്യമാണ്? പോലീസ് സ്റ്റേഷൻ സ്റ്റേറ്റിൻ്റെ കേസിലാണ് കേട്ടോ, ഞാൻ എക്സാമിന് വേണ്ടി പറഞ്ഞാണ്. സോ സെൻറ്ററുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് പെറ്റീഷൻ എന്ത് ചെയ്യാൻ സാധ്യമാണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധ്യമാണ്. കാരണം എന്താണ്? ഇവിടെ PIOനെ അപ്പോയിൻറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് വേണ്ടുന്ന മറുപടി കിട്ടുന്നില്ലെന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാൻ സാധ്യമാണ്. ഹു ഹാസ് ബീൻ റിഫ്യൂസ് ഇൻഫർമേഷൻ ദാറ്റ് വാസ് റിക്വസ്റ്റഡ്. ചോദിച്ച ചോദ്യോത്തരം തരാതിരിക്കുകയാണെങ്കിലോ ഹു ഹാസ് നോട്ട് റിസീവ്ഡ് റെസ്പോൺസ് ടു ഹിസ് ഇൻഫർമേഷൻ റിക്വസ്റ്റഡ് വിത്തിൻ ദി സ്പെസിഫൈഡ് ടൈം. നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നിയമം നിർദ്ദേശിക്കപ്പെട്ടിരുന്ന സമയത്തകത്ത് തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടില്ല എങ്കിലോ ഹു തിങ്സ് ദ ഫീസ് ചാർജ് വാസ് അൺറീസണബിൾ. ഫീസ് അധികം മേടിച്ചെന്ന് തോന്നുകയാണെങ്കിലോ ഹു തിങ്സ് ഇൻഫർമേഷൻ ഗിവൺ ഈസ് ഇൻകംപ്ലീറ്റ്. മിസ്ഇൻഫർമേഷൻ ആണെങ്കിലോ ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ല എങ്കിലോ റോങ് ഇൻഫർമേഷൻ ആണെന്ന് തോന്നുകയാണെങ്കിലോ അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട എന്തൊരു പരാതി തന്നെ ആയിക്കോട്ടെ. സോ PIOയുടെ മറുപടി തൃപ്തികരമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? ഒരു അപ്പീലിന് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏത്? ദി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അങ്ങനെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഗവൺമെൻറ് ഒഫീഷ്യൽസിലെ ഏത് ഡോക്യുമെൻ്റ് ആവശ്യപ്പെടുകയാണെങ്കിലും അത് കൊടുക്കാൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് തന്നെയായിരിക്കും? ബാധ്യസ്ഥരായിരിക്കും. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ സാധ്യമല്ല? നിഷേധിക്കാൻ സാധ്യമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷനാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് കൊടുക്കുന്നതെങ്കിൽ
സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ SBIയോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന ഇൻഫർമേഷൻസ് തരണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ SBI മസ്റ്റായിട്ടും കമ്മീഷണർക്ക് ആ നിർദ്ദേശമോ ഡോക്യുമെൻസോ കൈമാറിയേ മതിയാകൂ. കാരണം ആ ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ഇവരെന്ത് ചെയ്യാൻ സാധ്യമാണ്? നിർദ്ദേശിക്കാനും കൺട്രോളിനും അധികാരമുണ്ടായിരിക്കുന്നതാണ്. ദി കമ്മീഷൻ സബ്മിറ്റ്സ് റിപ്പോർട്ട് ടു ദി ഗവൺമെൻറ് ഓൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ആർ കൈമാറുന്നതായിരിക്കും? കേന്ദ്രത്തിന് കൈമാറുന്നതായിരിക്കും. അവരത് പാർലമെൻറ്റ് മുമ്പാകെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. When a public authority does not conform to the provisions of this Act, Commission may recommend steps which ought to be taken for promoting such conformity. ഏതെങ്കിലും ഗവൺമെൻറ് അതോറിറ്റീസ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ കേൾക്കാതെ നിൽക്കുകയാണെങ്കിൽ അത് നേരെയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൺഫേം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും സ്റ്റെപ്സ് എടുക്കാനും ആർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യാത്ത കേസ് വരികയാണെങ്കിലും അത്തരമൊരു ഓഫീസർ കൊടുക്കുന്ന മറുപടി തൃപ്തികരമല്ല എങ്കിലോ നമുക്ക് സെക്കൻഡ് അപ്പീൽ പോകാൻ സാധിക്കുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഉള്ള സ്ഥാപനമാണ് ഇത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അവർക്ക് ആ PIOs നിർദ്ദേശിക്കാനും വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ നിർദ്ദേശിക്കാനും എന്തുണ്ട്? അധികാരമുണ്ടായിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സർക്കാർ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാനും റിക്വസ്റ്റ് ചെയ്യാനും ഇവർക്ക് എന്തുണ്ട്? അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഈ ഇൻഫർമേഷൻ കമ്മീഷൻ തീരുമാനം ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിന് എന്ത് തന്നെയായിരിക്കും? ബൈൻഡിങ് ആയിരിക്കും. ഓക്കെ, സെയിം സംവിധാനം റിപ്പീറ്റ് ചെയ്യുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ആയിരിക്കും. സോ സംസ്ഥാന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ മന്ത്രാലയങ്ങളിലോ ഓഫീസുകളിലോ ആരുണ്ടായിരിക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കാണണം. നമ്മൾ പുള്ളിക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, വിധി റിട്ടേൺ കിട്ടുന്നില്ല. നമ്മൾ ഫസ്റ്റ് അപ്പീൽ അതോറിറ്റിനെ കൺസൾട്ട് ചെയ്യുന്നു, സീനിയർ PIO, അതും കിട്ടുന്നില്ല. ദെൻ വി ക്യാൻ ഫയൽ അപ്പീൽ ടു ദി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. സോ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ പഠിച്ച കാര്യങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ദി സെയിം സ്റ്റേറ്റിൽ ചെയ്യുന്ന ഓഫീസറായിരിക്കും ആര്? ദി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. റിപ്പീറ്റ് ചെയ്ത സമയങ്ങളുടെ കാര്യം ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ.